നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചിലർ എന്ത് ചെയ്താലും വിജയിക്കും, ചിലർ അതേ യോഗ്യതയുള്ള ആൾക്കാർ സഹപാഠികളായിരിക്കാം, അവർക്ക് നല്ല ജീവിതം കിട്ടുന്നില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഒരേ വ്യാപാര ആശയം, പക്ഷെ ചിലരുടേത് കോടികളുടെ സംരംഭമാകുന്നു, നിങ്ങളുടേത് പൂട്ടിപ്പോകുന്നു. ഭാഗ്യമാണോ അതോ അവർ പണക്കാരുടെ മക്കളായതുകൊണ്ടാണോ? യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല കാര്യം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഋഷിമാർ കണ്ടെത്തിയ ഒരു സൂത്രവാക്യമുണ്ട്. അതിരിക്കുന്നതാകട്ടെ അതിപ്രാചീനമായ ഋഗ്വേദത്തിലുമാണ്. ഋഗ്വേദത്തിലെ ഈ ഒറ്റ മന്ത്രം ആധുനിക വിജയശാസ്ത്രത്തിൻ്റെ മുഴുവൻ അടിത്തറയുമാണ്. എന്താണ് മന്ത്രം എന്നറിയാമോ? അതന്ത്രാസോ അവൃക അശ്രമിഷ്ഠാഹ എന്നാണ്. ഋഗ്വേദത്തിലെ 4-ാം മണ്ഡലത്തിലെ 4-ാമത്തെ സൂക്തത്തിൽ 12-ാമതായി വരുന്ന മന്ത്രമാണിത്. അതന്ത്രാസോ അവൃക അശ്രമിഷ്ഠാഹ എന്നാണ് മന്ത്രം. കേൾക്കുമ്പോൾ ലളിതമാണ് എന്ന് തോന്നാം, പക്ഷേ ഇന്നത്തെ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ഒരാൾക്ക് വേണ്ട ഏറ്റവും വലിയ 3 ക്വാളിറ്റീസിനെ കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത്. അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കതിലേക്ക് വരാം. ദ 3 pillars ഓഫ് സക്സസ് എന്താണെന്നാണ് ഈ മന്ത്രത്തിൽ പറയുന്നത്. ഒന്നാമത്തത് അതന്ത്രാസഹ എന്നാണ്. അലസതയില്ലാത്തവൻ, മീൻസ് നോ പ്രൊക്രാസ്റ്റിനേഷൻ. തന്ത്ര എന്നാൽ മയക്കം, അലസത എന്നൊക്കെയാണ് അർത്ഥം. തന്ത്ര എന്നാണ് കേട്ടോ. തന്ത്രം എന്ന അല്ല, ആ വാക്കല്ല. തന്ത്ര, ചന്ദ്ര എന്ന് എഴുതും പോലെ. തന്ത്ര എന്നാൽ മയക്കം, അലസത എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ അതന്ത്രാസഹ എന്നാൽ എപ്പോഴും ഉണർന്നിരിക്കുന്നവൻ, അല്ലെങ്കിൽ ജാഗരൂകനായിരിക്കുന്നവൻ, ജാഗ്രതായിരിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം. ഇത് തീരെ ഉറങ്ങാതിരിക്കലാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആളുകൾ വാക്കിൻ്റെ അതേ അർത്ഥം എടുത്തു കളയും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ബുദ്ധിപരമായി ചിന്തിക്കാൻ പലപ്പോഴും സാധിക്കാതെ വരുമ്പോൾ അങ്ങനെ അർത്ഥം എടുത്തു കളയാം. മാനസികമായ ജാഗ്രതയാണ് ഈ ഉറക്കം ഉണർന്ന് പ്രവർത്തിക്കുക എന്നതിനെ കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. നമ്മളിൽ മിക്കവരും യന്ത്രത്തെപ്പോലെയാണ് ജീവിക്കുന്നത്. രാവിലെ എഴുന്നേൽക്കുന്നു, മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് നോക്കുന്നു, സോഷ്യൽ മീഡിയയിൽ ഒന്ന് ചുറ്റിക്കറങ്ങുന്നു, ഒരു കാപ്പി അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്നു, പിന്നെ ഓഫീസിലേക്ക് ഒരു യാത്ര, അവിടെയും എന്നത്തെയും പോലുള്ള കാര്യങ്ങൾ നടന്നു പോകുന്നു. ഒരേ സംഭാഷണങ്ങൾ. വൈകിട്ട് നമ്മൾ തിരിച്ചു വീട്ടിലെത്തുന്നു, ടി വിയിൽ എന്തെങ്കിലും കണ്ടിരിക്കുന്നു, രാത്രി കിടന്നുകൊണ്ട് ഫോണിൽ എന്തെങ്കിലും കാണുന്നു, ഉറങ്ങുന്നു. ഇത് ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഈ യാന്ത്രിക ചക്രത്തിലാണ് നമ്മുടെ അവസരങ്ങൾ പലപ്പോഴും നഷ്ടപ്പെടുന്നത്. ഈ ഒരു മയക്കത്തിൽ നിന്നാണ് നമ്മൾ ഉണരേണ്ടത്. ഇതാണ് മയക്കം. ഈ മയക്കത്തിൽ നിന്നാണ് നമ്മൾ ഉണരേണ്ടത്. അപ്പോഴാണ് അവസരങ്ങളും സാധ്യതകളും നമുക്ക് കണ്ടെത്താൻ കഴിയുക. ജീവിത വിജയത്തിന് പ്രധാനമായി വേണ്ടത് ഈ ഉണർവാണ്. ഈ ഉണർവില്ലാത്തവനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിത വിജയത്തിൻ്റെ 2-ാമത്തെ പില്ലർ എന്താണെന്ന് അറിയാമോ? വേദമന്ത്രത്തിൽ പറയുന്നത് അവ്രകാഹ എന്നാണ്. അവ്രകാഹ എന്ന് പറഞ്ഞാൽ എന്താണ്? കുടിലതയില്ലാത്തവൻ അഥവാ ഇൻ്റഗ്രിറ്റി ഉള്ളവൻ എന്നാണ് അർത്ഥം. വൃഗം എന്നാൽ ചെന്നായ എന്നാണ് ശരിയായ അർത്ഥം. കുതന്ത്രം കാണിക്കുന്നവൻ, അവ്രകാഹ. കുതന്ത്രം കാണിക്കുന്നവനെയാണ് നമ്മൾ വ്രകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ വ്രകം അല്ലാതിരിക്കണം. അവ്രകാഹ നേരായ വഴിയിൽ പോകുന്നവനാവണം, സത്യസന്ധനാവണം, സുതാര്യനാവണം. പലരും വിചാരിക്കും ചതിയിലൂടെയോ വളഞ്ഞ വഴിയിലൂടെയോ ഒക്കെ നമുക്ക് വിജയിക്കാം എന്ന്. എന്നാൽ ഋഗ്വേദം പറയുന്നത് വൃക അഥവാ ചെന്നായയെ പോലെയുള്ള കുടില ബുദ്ധി ഇല്ലാത്തവനാകണം എന്നാണ്. സുതാര്യമായ മനസ്സും സത്യസന്ധമായ ലക്ഷ്യവും ഉണ്ടെങ്കിൽ മാത്രമേ ആ വിജയം നിലനിൽക്കുകയുള്ളൂ. 3-ാമത്തെ വിജയത്തിൻ്റെ പില്ലർ എന്താണ്? വേദം പറയുന്നു അശ്രമിഷ്ഠാഹ. തളരാത്ത അധ്വാനിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക് ചെയ്യുന്നയാൾ, കൺസിസ്റ്റൻ്റ് ഹാർഡ് വർക്ക്, അതാണ് അശ്രമിഷ്ഠാഹ. വിജയം എന്നത് ഒരു ലോട്ടറി ഒന്നുമല്ല, അതൊരു മാരത്തോണാണ്. എത്ര തടസ്സങ്ങൾ വന്നാലും
തളരാതെ മടുപ്പില്ലാതെ നിരന്തരം പരിശ്രമിക്കുന്നവർക്ക് മാത്രമേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയൂ. നമ്മളെ പാതി വഴിയിൽ പിടിച്ചു തള്ളുന്ന പല പ്രയാസങ്ങളുണ്ടാവും. അവിടെ നമ്മൾ വീണു പോകരുത്. ഈ 3 പില്ലറുകളിലാണ് നാം നമ്മുടെ ജീവിതത്തെ കെട്ടി ഉയർത്തി പൊക്കി കൊണ്ടുവരേണ്ടത്. എങ്കിൽ നമുക്ക് വിജയം ഉറപ്പാണ്. ഇതാണ് വേദത്തിൻ്റെ വാഗ്ദാനം എന്ന് പറയുന്നത്. ഈ ഓരോ പില്ലറിനെയും നമുക്ക് പ്രത്യേകം എടുത്ത് പഠിക്കേണ്ടതുമുണ്ട്. ഇവ ഓരോന്നും എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനുള്ള പ്രായോഗിക വഴികളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇതൊക്കെ പഠിച്ചാലേ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റൂ. അതിനായി നമുക്ക് നാളെ വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നമസ്തേ.